കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ ചരിഞ്ഞ കപ്പൽ MSC എൽസ 3 പൂർണ്ണമായും മുങ്ങി. മുങ്ങുന്നതിന് മുൻപ് തന്നെ ക്യാപ്റ്റനെയും എഞ്ചിനീയർമാരെയും കപ്പലിൽ നിന്ന് ഇന്ത്യൻ നേവിയുടെ INS സുജാതയിലേക്ക് മാറ്റി രക്ഷപ്പെടുത്തിയിരുന്നു. റഷ്യൻ പൗരനായ ക്യാപ്റ്റനും 20 ഫിലിപ്പീൻസ് സ്വദേശികളും യുക്രൈനിൽ നിന്നുള്ള 2 പേരും ഒരു ജോർജിയൻ സ്വദേശിയുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. 24 ജീവനക്കാരിൽ 21 പേരെയും തീരസേനയും നാവികസേനയും ചേർന്ന് കഴിഞ്ഞ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. ആളപായമില്ലാത്തത് ആശ്വാസമാണെങ്കിലും കടലിൽ വീണ കണ്ടെയ്നറുകൾ തീരത്തടിയുകയാണെങ്കിൽ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. ചരക്ക് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്നവ തീരത്തടിഞ്ഞത് കണ്ടാൽ അടുത്തു പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അപകട കാരണം എന്തെന്ന വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ അറിയാനാകൂ എന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. കടലിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ, ആ കണ്ടെയ്നറുകളെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതിനുള്ളിൽ ഉള്ള ഓയിലുകൾ കടലിൽ വീണാൽ സൾഫർ ഉൾക്കൊള്ളുന്നതാണ്, അപകടങ്ങൾ ഉണ്ടാക്കാം. ഏതായിരുന്നാലും അത് 1 മണിക്കൂറിൽ 1 കിലോമീറ്ററോളം ഒഴുകി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മാറിയാൽ പ്രധാനമായും ആലപ്പുഴ, എറണാകുളം തീരങ്ങളിലുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും തീരദേശവാസികളും അതീവ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട വിഷയമാണ്. അത് കഴിഞ്ഞാൽ പിന്നീടത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് മാറാം, ഒപ്പം തൃശ്ശൂരിലേക്ക്. അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങൾ നോക്കിയാണ്. മറ്റൊരു ശ്രമം നടക്കുന്നത്, ആ കപ്പലിലുള്ള മറ്റ് കണ്ടെയ്നറുകളെല്ലാം ഇപ്പോൾ വേറൊരു വെസലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 28 ഡിഗ്രി ചെരിഞ്ഞതുകൊണ്ടാണ് ക്യാപ്റ്റനെയും എഞ്ചിനീയർമാരെയും മാറ്റി കൃത്യമായി അതിൽ കണ്ടെയ്നർ മാറ്റുന്നതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ ജീവനക്കാരെ ആകെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം. കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് കഴിഞ്ഞ ദിവസം MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ ചരിഞ്ഞത്. സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.